ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യൂത്ത് സൺഡേ ആയിട്ട് കുഞ്ഞുങ്ങള് ഈ നിലയിൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ഈ മീറ്റിംഗ് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനൊരു കുറിവാക്യമായിട്ട് അവര് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാനത് ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത വാക്യം. വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. നമ്മൾ ഇവിടെ വായിച്ച് അവസാനിപ്പിച്ചത് നമ്മൾ എന്ത് വേണം? വിശ്വാസികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ, കർത്താവിനെ അറിഞ്ഞവർ, ദൈവസഭയിലുള്ളവർ നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. നമ്മൾ ജ്യോതിസുകളെ പോലെ ആയിരിക്കണം. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ? നക്ഷത്രങ്ങളുടെ പ്രത്യേകത വളരെ ഇരുണ്ട രാത്രിയിൽ ഒരു നക്ഷത്രമുണ്ടെങ്കിൽ അത്രയും വെളിച്ചം വന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ഈ കാലഘട്ടത്തെ പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് ഏത് ലോകത്ത് അവിടെ കാണുന്നത് നമ്മൾ ആ ലോകത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ ലോകം. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ, അതിൻ്റെ 14-ാം വാക്യത്തിൽ കണ്ടോ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ എന്ത് വേണ്ടത്? നക്ഷത്രങ്ങളെ പോലെ നിൽക്കേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാര്, യുവാക്കള്, യുവതികള്, കർത്താവിനെ അറിഞ്ഞ കുഞ്ഞുങ്ങള്, നിങ്ങള് ഈ തലമുറയെ നോക്കുമ്പോൾ ഈ തലമുറ എങ്ങനാ? ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ. ആ വക്രതയും കോട്ടവുമുള്ള തലമുറ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താ? ഇരുട്ട. ഒട്ടും വെളിച്ചമില്ല. ഇരുണ്ട ഒരു പൈശാചികമായ കാര്യങ്ങൾ കൈയാളുന്ന ഒരു തലമുറ. ഓരോ കാലഘട്ടത്തിലും ആ തലമുറ, ആ കാലഘട്ടത്തിലെ തലമുറ, പിശാച് അവരെ ഉപയോഗപ്പെടുത്തി വളരെ മോശമായ നിലയിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും എതിരെ നടക്കാനും അങ്ങനെ ഇരുട്ടിലായിരിക്കാനും എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാ, ആ കാലഘട്ടത്തില് ആ തലമുറ എങ്ങനെയായിരുന്നു? ആ തലമുറയും ദൈവത്തിൽ നിന്നകന്ന് ദൈവിക കാര്യങ്ങളെയൊക്കെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുള്ള കാര്യങ്ങളെ എൻജോയ് ചെയ്യുകയും അതിനെ കൊണ്ടാടുകയും ചെയ്യുന്ന ഒരു തലമുറയായിരുന്നു. ആ തലമുറയുടെ നടുവിൽ ആ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം? ആ ഇരുട്ടിനൊപ്പം നമ്മൾ ഇരുട്ടായിട്ട് അങ്ങ് നിൽക്കുകയാണോ? അല്ല. ആ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ കണ്ടോ, ആ തലമുറയെ വിശേഷിപ്പിച്ചേക്കുന്ന എങ്ങനെയാ? വക്രത, കോട്ടം ഉള്ള തലമുറ. ആ തലമുറയുടെ നടുവിൽ നമ്മൾ വിശ്വാസികൾ എങ്ങനെ നിൽക്കണം? നക്ഷത്രം പോലെ നിൽക്കണം. ഇന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇന്നും ഇന്നത്തെ കാലഘട്ടത്തെയും നിയന്ത്രിക്കുന്ന ഈ തലമുറ, അത് കൂടുതൽ ഇരുണ്ടുപോയോ അതോ കൂടുതൽ വെളിച്ചത്തിലേക്ക് വന്നോ? ഇല്ല, കൂടുതൽ ഇരുണ്ടുപോയി.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരന് എന്നോട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ കാലഘട്ടത്തിലെ തലമുറ, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒന്നുമല്ലെങ്കിൽ തലമുറ അവര് അധാർമികമായിട്ട് പ്രവർത്തിക്കുകയോ മദ്യപാനം പോലൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയോ ഒക്കെ ചെയ്തായിരുന്നു ഇരുട്ട്. ഇന്ന് ദൈവം തന്നെ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ലോകത്തിന്റെ ഒരു രീതിയാക്കി മാറ്റി അതിൽ പുകഴുന്ന അങ്ങനെ കൂടുതൽ ദുഷ്കരമായ ഒരു തലമുറയാണ്. LGBT എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇങ്ങനെയൊക്കെയുള്ള ലൈംഗിക വൈകൃതവും ആ നിലയിലൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒക്കെ 10-50 കൊല്ലം മുമ്പ് അതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതൊന്നും വെളി പറയുകയില്ലായിരുന്നു. പക്ഷെ ഇന്നത് ഫാഷനായിരിക്കുന്നു. ഇന്നത് ഫാഷന്. നേരെ ചൊവ്വേ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ എന്താ? അവൻ ഈ തലമുറയ്ക്ക് ഫിറ്റ് അല്ല. നോക്കുക, വക്രതയും കോട്ടവും ഉള്ള തലമുറ കൂടുതൽ ഇരുണ്ടുപോയി. ഇന്ന് ഇരുണ്ട ആ വക്രതയും കോട്ടവുമുള്ള തലമുറ, ഓരോ തലമുറയ്ക്കും ഈ നിലയില് എന്തുണ്ട്? ആ വക്രതയും കോട്ടവും ഉണ്ട്. നമ്മൾ ബൈബിള് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നോക്കുക. കർത്താവായ യേശു ക്രിസ്തു താനായിരുന്ന ആ തലമുറയെ കുറിച്ച് പറയുക, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. മത്തായി 17:17 കർത്താവ് താനായിരുന്ന അന്നത്തെ തലമുറയെ, ജനറേഷനെ നോക്കിക്കൊണ്ട് പറയുക, വക്രതയും കോട്ടവുമുള്ള തലമുറയെ നിങ്ങള് വക്രതയും കോട്ടവും അല്ല, നമ്മളവിടെ വായിക്കുമ്പോൾ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് കർത്താവ് അവിടെ ചോദിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ് നാളിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവര് അവരോട് പിന്നെയും പറയുന്ന ഭാഗം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 40-ാമത്തെ വാക്യം, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്നാണ് പത്രോസ് അവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:40, ഈ വക്രതയുള്ള തലമുറയുടെ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം നോക്കുക, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നവരായിരുന്നു എന്ന് പറയുമ്പോ ആ കാലഘട്ടത്തിന് എന്തുണ്ട്? ആ കാലഘട്ടത്തിന്റെ ഒരു ലോകഗതിയുണ്ട്. ഒരു ലോകഗതി, അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ആ ലോകത്തിന് അതിൻ്റെതായ ഒരു കോഴ്സ് ഉണ്ട്. നോക്കുക, നമ്മളെ കർത്താവായ യേശു ക്രിസ്തു അന്ന് അവിശ്വാസവും കോട്ടമുള്ള തലമുറയെന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു വക്രതയുള്ള തലമുറയെന്ന് പറഞ്ഞു. എഫേസ്യർ 2:2 പൗലോസ് പറഞ്ഞത് എന്താ? പൗലോസ് പറഞ്ഞത് ഈ ലോകത്തിന് ഒരു കാലഗതിയുണ്ട്. ഈ കാലഗതിയാണെങ്കിലും, വക്രതയും കോട്ടവുമുള്ള തലമുറയാണെങ്കിലും, അവിശ്വാസവും കോട്ടമുള്ള തലമുറയാണെങ്കിലും എല്ലാം എന്താ? ദൈവത്തിൽ നിന്ന് അകന്നാണ്. ഇരുണ്ട നിലയിലാണ് അവര് പോകുന്നത്. ആ ഇരുട്ടിന് കട്ടി കൂടി വരികയാണെന്നാ ഞാൻ പറഞ്ഞത്. നമ്മൾ വിചാരിക്കും കട്ടി കുറയുകയാണെന്ന്. അങ്ങനെയല്ല. തെറ്റായ കാര്യങ്ങള്, ബൈബിള് എതിരായിട്ട് പറയുന്ന കാര്യങ്ങളെയൊക്കെ ഇന്ന് കൂടുതൽ ഫാഷനാക്കി അതിനെ സമൂഹത്തിന് അംഗീകാരമുള്ളതാക്കി, അല്ലാതെ നേരെ ചൊവ്വേ ജീവിക്കുന്നവർ ഈ കാലഘട്ടത്തിന് പറ്റിയവരല്ല എന്നാക്കുന്ന ഒരു കാലഘട്ടവും. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങള് ജീവിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രത്തോളം കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് എത്രത്തോളം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ എവിടെ നിന്നാ ശോഭിക്കേണ്ടത്? നമ്മളിവിടെ വായിച്ചു, ഈ വക്രതയും കോട്ടവും ഉള്ള
നമ്മൾ അവിടെ വായിക്കുന്നത്, നിങ്ങള് ആ, ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുന്നത് എവിടെയായിരിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്? അവരുടെ ഇടയിൽ. അവരുടെ ഇടയിൽ. ആരുടെ ഇടയിൽ? ഈ തലമുറയുടെ ഇടയിൽ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ തന്നെയാണ് അവരിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ തലമുറയെല്ലാം കുഴപ്പം, അതെല്ലാം ഇരുണ്ടതാ, അതുകൊണ്ട് ഞാൻ അവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങ് സന്യസിക്കാൻ കൈലാസത്തിലോ വല്ലതും പോയി അങ്ങോട്ട് മാറി അവരിൽ നിന്ന് വേർപെടുക എന്ന് പറയുമ്പോ ഈ സമൂഹ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും മാറിപ്പോകുക എന്നുള്ളതാണോ? അല്ല, അവരുടെ നടുവിലായിരിക്കുന്നു. ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറ പഠിക്കുന്ന അതേ കോളേജിലും അതേ സ്കൂളിലുമാണ് നിങ്ങളും പഠിക്കുന്നത്. ഈ ഇരുട്ട് കട്ടികൂടി നിൽക്കുന്ന അതേ ഓഫീസിലാണ് നിങ്ങളും ജോലി ചെയ്യുന്നത്. ഈ ഇരുട്ട് ആ നിലയിൽ വാഴുന്ന അതേ സമൂഹത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഈ കോളേജിൽ നിന്നോ ഒളിച്ചോടി വേറൊരിടത്ത്, ആരുമില്ലാത്തടത്ത് പോയി ജ്യോതിഷനെ പോലെ പ്രകാശിക്കാനല്ല നമ്മളോട് പറഞ്ഞേക്കുന്നത്. മറിച്ച് എന്താ? അവരുടെ നടുവിൽ തന്നെ. അതെങ്ങനെ ഒക്കും? ഈ ഇരുട്ട് ഇത്രയും കട്ടികൂടി നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ എങ്ങനെ ജ്യോതിഷനെ പോലെ, നക്ഷത്രത്തെ പോലെ പ്രകാശിക്കാനായിട്ട് കഴിയും? അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിലേക്ക് കടക്കും മുമ്പ് കർത്താവായ യേശു ക്രിസ്തു എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മള് നമ്മുടെ തലമുറയിൽ, നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രകാശിക്കണം എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. പർവ്വത പ്രസംഗത്തിൽ നമ്മളത് കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യങ്ങൾ നോക്കുക. അവിടെ നമ്മളോട്, വിശ്വാസികളോട്, കർത്താവിനെ പിൻപറ്റുന്ന ആളുകളോട് പറഞ്ഞേക്കുന്നത് എന്താ? വിളക്ക് കത്തിച്ച് തണ്ടിന്മേലാണ് വെക്കേണ്ടത്. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം. കാരണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തി അവരുടെ ഇടയിൽ ശോഭിക്കണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മത്തായി 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. സമയം കടന്നു പോകുന്നുള്ളതുകൊണ്ട് നമ്മളത് വായിക്കുന്നില്ല. അവിടെ കർത്താവ് പറഞ്ഞേക്കുന്നത് എന്താ? കർത്താവ് പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അല്ലാതെ അവരുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി ഏതെങ്കിലും ഒരു എന്നാ ഇസ്രായേലിൽ യെരൂശലേമിൽ പോയി അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവിടെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയാം. അങ്ങനല്ല. നീ ഞാനും കേരളത്തിലാണെങ്കിൽ, നീ ഞാനും ആയിരിക്കുന്ന ഇടത്ത് ആ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നക്ഷത്രത്തെ പോലെ പ്രകാശിക്കേണ്ടത്. ചുറ്റുപാടും എല്ലാം കുഴപ്പമാ, അയൽക്കാരെല്ലാം പ്രശ്നമാ, ഞാനിത് വിട്ടേച്ച് വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെയല്ല. അവരുടെ നടുവിൽ തന്നെ നമ്മൾ എന്ത് വേണം? നക്ഷത്രത്തെ പോലെ പ്രകാശിക്കണം. എങ്ങനെ കഴിയും? പ്രിയമുള്ളവരെ, അവിടെ കാണുക. അവിടെ പറയുന്നു, നമ്മൾ വായിച്ചു തുടങ്ങിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതിന്റെ 12-ാമത്തെ വാക്യം, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. അടുത്ത വാക്യം 13-ാം വാക്യം, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണമെന്നും അങ്ങനെ നിങ്ങൾക്ക് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കാമെന്നുമാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ, നക്ഷത്രങ്ങളെ പോലെ ഈ ഇരുട്ടിൽ പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മള് ഇവിടെ തുടക്കം പറയുന്നത്, അവിടെ നിങ്ങള് അതിൻ്റെ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. സാധാരണ ഇത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. നമുക്ക് രക്ഷ പ്രവർത്തിച്ചെടുക്കാൻ ഒക്കുമോ?
നമ്മൾ പ്രവർത്തിച്ചാണോ രക്ഷ നേടുന്നത്? അല്ല, അല്ല, വിശ്വാസത്താലാണ്. പിന്നെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം നോക്കുക. അടുത്ത വാക്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നത് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇവിടുന്ന് ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് ചേർത്ത് ചിന്തിച്ചാൽ ഇങ്ങനെ പറയാം, തീർച്ചയായിട്ടും ദൈവമാണ് നമുക്ക് ഈ വഴിയിൽ പോകാനുള്ള ഇച്ഛ, ആഗ്രഹം തരുന്നത്. അതുപോലെ തന്നെ അതിനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവും ദൈവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിനുള്ള ആഗ്രഹം ദൈവമാണ് തരുന്നത്, അതിനുള്ള കഴിവ് ദൈവമാണ് തരുന്നത്. അപ്പൊ ദൈവം ഈ നിലയിൽ ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ മകനും മകളുമായി തീരാനും ദൈവത്തെ പിൻപറ്റാനുമുള്ള ആഗ്രഹവും നമുക്ക് തരും, അതിനുള്ള കഴിവും നമുക്ക് തരും. പക്ഷേ അത് ഭയത്തോടും വിറയലോടും കൂടെ അത് പ്രവർത്തിച്ചെടുക്കേണ്ടത് ആരാ? നമ്മൾ തന്നെ. അല്ലെങ്കിൽ നമുക്കുള്ള ഈ രക്ഷയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെടാൻ വേണ്ടി ചില പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകണം. അതായത് നമ്മുടെ ഒത്തിരി പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, പക്ഷേ ദൈവം തന്നെയാണ് അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചേക്കുന്നത്. എന്തൊക്കെയാ ക്രമീകരിച്ചേക്കുന്നത്? രക്ഷയിലേക്ക് വരാനും കർത്താവിനെ പിൻപറ്റാനുമുള്ള ആഗ്രഹം അവിടുന്ന് തരുന്നു. അത് പ്രവർത്തിച്ചെടുക്കാനുള്ള ശക്തി അവിടുന്ന് തരുന്നു. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യം ദൈവം അതിനുള്ള അവസരം ഒരുക്കുന്നു. ആ രക്ഷ വിശ്വാസത്താൽ സ്വായത്തമാക്കേണ്ട ചുമതല ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അതാണ് ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവം നമുക്ക് തന്ന രക്ഷയെ നമ്മൾ സ്വീകരിച്ച് അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. ഇവിടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുന്ന പ്രവർത്തിപ്പീൻ എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഗ്രീക്കിലാണല്ലോ തുടക്കത്തില് പുതിയ നിയമം എഴുതിയത്. അതിൽ പ്രവർത്തിപ്പീൻ എന്ന വാക്ക് സത്യത്തില് ഈ മണ്ണിനടിയിലൊക്കെ വല്ല നിധിയോ വല്ല സ്വർണമോ വെള്ളിയോ ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഈ മണ്ണ് ആ നിലയിൽ ഖനനം ചെയ്ത് ആ വെള്ളി ആ സ്വർണം കണ്ടെത്താനായിട്ടുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് പോലും ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. കണ്ടോ? അപ്പോ ഈ കാര്യം എത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് എന്താ? ഒരു വലിയ നിക്ഷേപമാണ്. വലിയൊരു സ്വർണം പോലെ വെള്ളി പോലെ രക്തം പോലെ വിലയേറിയ ഒന്നാണ്. അത് നമ്മൾ കണ്ടെത്തണം, ഒന്നാമത് കണ്ടെത്തണം. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഒക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷ ആ നിലയിൽ കണ്ടെത്തിയോ? ആ രക്ഷ ജീവിതത്തിലെ പ്രായോഗിക തലത്തില് പ്രവൃത്തി പഥത്തില് കൊണ്ടുവരുന്നുണ്ടോ? ഇതാണ് ഒന്നാമത് വേണ്ടത്. എങ്ങനെ ഇത് കഴിയും? കർത്താവായ യേശുവിനെ രക്ഷകനെ നാഥനുമായിട്ട് സ്വീകരിച്ച് അതിനായിട്ട് നമ്മളെ തന്നെ വിശ്വാസത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു തുടക്കം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എന്നിട്ട് അങ്ങനെ രക്ഷിക്കപ്പെട്ട നമ്മൾ ആ രക്ഷയ്ക്ക് അനുയോജ്യമായ ഫലങ്ങള് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ രക്ഷയെ നമ്മൾ എന്ത് കൊണ്ടുവരണം? പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണം. ഈ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടോ, അതിന്റെ 12-ാമത്തെ വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട്, therefore എന്ന് പറഞ്ഞുകൊണ്ടാ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മുകളിൽ പറയുന്ന കാര്യങ്ങളോട് ഈ കാര്യത്തിന് രക്ഷയെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഈ കാര്യത്തോട് ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത്. therefore, അതുകൊണ്ട്. ഏതുകൊണ്ട്? അതിന്റെ മുകളിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? 2-ാം അധ്യായം, ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 5 മുതൽ താഴോട്ട് ഉള്ള ഈ വാക്യങ്ങൾ വരെ
നമ്മൾ കാണുമ്പോൾ എന്താ, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപപ്പെടണം. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇങ്ങനെ ആ രക്ഷയ്ക്കും ഒരു വിജയകരമായ ജീവിതത്തിനും ആവശ്യമായത് കർത്താവ് ചെയ്തു തന്നതിന്റെ ഒരു വിവരണമാണ് ഈ 5 മുതൽ ഈ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് 12ാമത്തെ വാക്യം പറയുന്നു അതുകൊണ്ട്. അപ്പോ നമ്മൾ ഈ രക്ഷ പ്രവർത്തിച്ചെടുക്കുക എന്ന് പറയുമ്പം കേവലം അങ്ങ് രക്ഷിക്കപ്പെട്ടു, എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് ഞാൻ കൈ ഉയർത്തിയതാ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടിരിക്കാനാണോ? അല്ല, അല്ല. കർത്താവായ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, അവന്റെ ശിഷ്യയായി മാറുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിനായിട്ടും നമ്മൾ എന്ത് വേണം? നമ്മുടെ രക്ഷയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനെ ഭൂമിയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന സ്വർണം കുഴിച്ചെടുക്കുന്ന പോലെ ഉള്ള ഒരു പ്രവൃത്തിയായിട്ട് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ, അതിനെ സമൂഹത്തിൽ ഈ ഇരുണ്ട തലമുറയുടെ മധ്യത്തിൽ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ നമ്മൾ ഈ രക്ഷയെ, കർത്താവിന്റെ ഈ ശിഷ്യത്വത്തെ, കർത്താവ് പോയ വഴിയിൽ തന്നെ ജീവിക്കുന്ന ആ മനോഹരമായ ജീവിതത്തെ നമ്മൾ കയ്യാളുമ്പോൾ നമ്മൾ എന്തായിത്തീരും? ഈ വക്രതയും കോട്ടവുമുള്ള ഇരുണ്ട തലമുറയുടെ നടുവിൽ നമ്മൾ എന്തായിത്തീരും? നക്ഷത്രങ്ങളായിത്തീരും. ആ നിലയിൽ നക്ഷത്രമായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഒരു കൊച്ചു നക്ഷത്രമായിട്ട് ചെറുതായിട്ട് പ്രകാശിക്കാനല്ല, മറിച്ചെന്താ, നാളെ കഴിയുന്തോറും കൂടുതൽ നമ്മുടെ ആ പ്രകാശം ഈ ഇരുണ്ട തലമുറയുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. ഈ തലമുറയുടെ നടുവിൽ നിന്ന് ഒളിച്ചോടി എവിടെയെങ്കിലും മാറി നിന്ന് പ്രകാശിക്കാനല്ല, ഇതിന്റെ നടുവിൽ തന്നെ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ വെളിച്ചമായി പ്രശോഭിക്കണം. വെളിച്ചമായി പ്രശോഭിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, ഈ ഇരുണ്ട തലമുറ, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ അതേ മൂല്യങ്ങള് നമ്മൾ കയ്യാളരുത്. അതിനോട്, ആ ഇരുട്ടിനോട് നമ്മൾ എന്ത് പറയണം? നോ എന്ന് പറയണം. എന്നിട്ട് നമ്മൾ എന്ത് വേണം? രക്ഷിക്കപ്പെടണം. കർത്താവ് ഈ രക്ഷയിലേക്ക് കടക്കാനുള്ള അതിനുള്ള ആഗ്രഹവും അതിനുള്ള ശക്തിയും കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ 13ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവുള്ള ഉണ്ടായിട്ട് പ്രവർത്തിച്ചു. ആ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യണം? 12ാമത്തെ വാക്യത്തിൽ ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. കണ്ടോ ഇവിടെ? ഭയത്തോടും വിറയലോടും. ഭയം എവിടാ? ഭയം ഉള്ളില. വിറയൽ എവിടാ? വിറയൽ പുറത്താ. ഞാൻ പറഞ്ഞത്, ഈ രക്ഷ പ്രവർത്തിച്ചെടുക്കാൻ ഈ 2 കാര്യവും വേണം. ഉള്ളിലുള്ള ബോധ്യം വേണം, അതുപോലെ തന്നെ പുറത്തുള്ള പ്രവർത്തനങ്ങളും വേണം. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ നാള് കഴിയും തോറും ഈ തലമുറ കൂടുതൽ ഇരുണ്ടേ പോകുകയുള്ളൂ. ആ തലമുറയുടെ ഭാഗമായി നിൽക്കാതെ, ആ തലമുറയിൽ നിന്ന് ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് വേർപെട്ട്, അങ്ങനെ വേർപെടുമ്പോൾ എന്തുണ്ടാകും? നമ്മൾ അതിനൊരു വില കൊടുക്കേണ്ടി വരും. കാര്യം ഈ തലമുറ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ പരിഹസിക്കും. നമ്മൾ കടന്നു വരുന്ന കാണുമ്പോൾ പറയുന്നു, കണ്ടോ ഒരു വിശുദ്ധം എന്തുകൊണ്ട് വരുന്നു, അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കും. ആളുകളുടെ മുമ്പിൽ പരിഹാസപാത്രമാകേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നത് വരും, ഇതെല്ലാം വരും. പക്ഷേ അതെല്ലാം ഉണ്ടാകുമ്പോ ഈ ഇരുണ്ട തലമുറയുടെ മൂല്യങ്ങൾ കൈയാളാതെ മാറി നിന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്, ഈ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടിയത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ദൈവം എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു, അത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഒരു നിലപാട് എടുക്കണം.
ആ നിലപാടെടുക്കുമ്പോ ഈ തലമുറ നമ്മളെ പരിഹസിക്കുമെങ്കിലും അതിൽ തിരിച്ചറിവുള്ള ആളുകള് അവര് തമ്മിൽ പറയും, കണ്ടോ അവൻ നമ്മിൽ നിന്ന് വ്യത്യസ്തനാ, അവന്റെ പ്രകാശം അവരെ ആകർഷിക്കും, ആരെങ്കിലും ഒക്കെ അതിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇങ്ങനെയാണ് എല്ലാ തലമുറയിലും കാര്യങ്ങൾ നടക്കുന്നത്. ഈ തലമുറയിൽ ഇരുട്ടിന് കട്ടി കൂടുമ്പം കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് വേണം? ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിന്ന് ഒന്നാമത് വേർപെടണം, മനസ്സുകൊണ്ട് വേർപെടണം. അല്ലാതെ ആ നാട് വിട്ടു പോവുകയല്ല, വേർപെട്ട് അവരുടെ നടുവിൽ തന്നെ ഈ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഈ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരും? നമ്മള് നക്ഷത്രങ്ങളായിത്തീരും. ഇരുട്ടിന് കട്ടി കൂടുന്തോറും നക്ഷത്രത്തിന്റെ പ്രകാശം കൂടുതൽ 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 വ്യക്തമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന തലമുറ തീർത്തും മോശമാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, അതിന്റെ നടുവിൽ നിങ്ങളുടെ വെളിച്ചം കൂടുതൽ പ്രശോഭിക്കും. ആട്ടെ, ഈ തലമുറയുടെ നടുവിൽ ജ്യോതിസിനെ പോലെ ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ എന്ത് വേണം? എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ ഈ വാക്യങ്ങൾ സാവധാനം വായിച്ച്, നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നോണ്ട് നിന്ന് പറയാൻ സമയമില്ല, വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ പിന്നീട് ഈ വാക്യങ്ങൾ നോക്കുക. എങ്ങനെയാണ് ഇവിടെ നക്ഷത്രം പോലെ പ്രകാശിക്കാൻ ഒക്കുന്നത് ഈ തലമുറയുടെ നടുവിൽ? അതിന്റെ 15-ാം വാക്യം നോക്കുക. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം, ഈ വചനത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനോട് കമ്മിറ്റഡായിട്ട് നമ്മൾ എത്രയും നിൽക്കണോ അത്രയും നിൽക്കണം. അല്ലാതെ കാലഘട്ടത്തിന് ചേർന്ന നിലയിൽ ഈ ജീവന്റെ വചനത്തിൽ വെള്ളം ചേർത്ത് നമ്മൾ ഒരു കോംപ്രമൈസിൽ പോകരുത്. നമ്മൾ എന്ത് വേണം? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് എന്നുള്ള ഈ വാക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രമാണിച്ചുകൊണ്ട് എന്നും പറയാം. അതുപോലെ തന്നെ മൂലഭാഷയില് അതിനെക്കുറിച്ച് പ്രസംഗിച്ചും കൊണ്ട് എന്നും വേണമെങ്കിൽ എടുക്കാം എന്ന് പറയുന്നു. ഗ്രീക്കൊക്കെ അറിയാവുന്നവര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാ? ഈ ജീവന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടെന്നാണോ? തീർച്ചയായിട്ടും പ്രസംഗിക്കണം. നമ്മളോട് ചോദിക്കുന്നവരോട് മറുപടി പറയണം. ഈ നമ്മളോട് ചോദിക്കുന്നവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പറയണം. പക്ഷേ കേവലം പറഞ്ഞാൽ പോരാ. ഇവിടെ എന്താ? പ്രമാണിച്ചുകൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങളായിട്ട് നിൽക്കാൻ ഒക്കുന്നത്. ഈ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രമാണിക്കണം. ആ പ്രമാണിക്കുന്നതിനെ കുറിച്ചും ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കുക, 14-ാമത്തെ വാക്യം. നിങ്ങള് ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം. 3 കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന് നിങ്ങൾ അനിന്യരായിരിക്കണം, പരമാർത്ഥികളായിരിക്കണം, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിരിക്കണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ അത് 3 തലങ്ങളിലേക്കാണ് ഡയറക്റ്റഡ് ആയിരിക്കുന്നത്. 3 തലങ്ങളിലേക്കാണ് അത് ഉന്നം വെച്ചിരിക്കുന്നത്. അതായത് അനിന്യർ എന്ന് പറഞ്ഞാൽ, ബ്ലെയിംലെസ് എന്ന് പറയുമ്പോ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മൾ ബ്ലെയിംലെസ് ആയിരിക്കണം. രണ്ടാമത് പരമാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താ? നമ്മളിൽ തന്നെ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നോക്കുമ്പോൾ എന്തായിരിക്കണം? ദൈവത്തിന്റെ മക്കളായിരിക്കണം. നോക്കുക, കണ്ടോ? നമ്മള് ഈ തലമുറയിൽ എങ്ങനെ നക്ഷത്രമായിട്ട് നിൽക്കാൻ ഒക്കും? 3 തലങ്ങളിലും നമ്മൾ ഈ കാര്യങ്ങള് ആ ദൈവവചനം ആഗ്രഹിക്കുന്നത് പോലെ നിന്നുകൊണ്ടേ നമുക്കൊക്കെയുള്ളൂ. മറ്റുള്ളവരുടെ നോട്ടത്തിൽ നമ്മൾ ബ്ലെയിംലെസ് ആയിരിക്കണം. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ നമ്മൾ പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. തട്ടിപ്പുണ്ടാകരുത്. സിൻസിയർ എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ജീവമൊഴിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയം കടന്നു പോകുന്നു. ജീവമൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിൻസിയർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നത് ഗ്രീക്കിൽ നിന്നാണ് പോലും. ഗ്രീക്കിൽ നിന്നാണ്. ഈ ഗ്രീക്കിൽ നിന്ന് ആ നിലയിൽ വരുമ്പോ അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് അന്ന്
പാത്രങ്ങൾ ഉണ്ടാക്കുന്നവരെന്ത് ചെയ്യും? പാത്രങ്ങൾ ഉണ്ടാക്കും. പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പം എന്താ, അത് അതിൻ്റെ ചെയ്വന അത്ര ശരിയാകാത്ത കൊണ്ട് അങ്ങിങ്ങ് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും ഈ പാത്രത്തിൽ. സുഷിരമുള്ള പാത്രം ആരെങ്കിലും വന്ന് വാങ്ങുമോ? ആളുകൾ പാത്രം വാങ്ങുന്നത് എന്തിനാ? അതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കാനും ഒക്കെയാ. അപ്പൊ അതിൻ്റെ അകത്ത് സുഷിരം ഉണ്ടെങ്കിൽ ആരും വാങ്ങുകയില്ല. ഈ പാത്രം ഉണ്ടാക്കിയ ആളിനറിയാം ഈ സുഷിരം ആരെങ്കിലും കണ്ടാൽ എന്താ, ഇത് പാത്രം വാങ്ങുകയില്ലെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അന്ന് മെഴുകതേ പുരട്ടുമ്പം ഈ സുഷിരങ്ങൾ അടഞ്ഞു പോകും. ഒരാൾ വന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം ഈ സുഷിരങ്ങള് മെഴുക് പുരട്ടി അടച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, എടാ ഇവന്മാര് നമ്മളെ കളിപ്പിക്കുക. ഇത് കുറച്ച് കഴിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മെഴുകെല്ലാം പോയി കഴിഞ്ഞപ്പം പാത്രം ചോരാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ആളുകൾ വരുമ്പോൾ, പാത്രം വാങ്ങാൻ വരുമ്പോൾ അവരെന്തോ ചെയ്യും? അവരതെടുത്ത് സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ തീയുടെ വെളിച്ചത്തിലോ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതേല് മെഴുക് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തീയുടെ വെളിച്ചത്തിൽ അല്ലെ സൂര്യന്റെ വെളിച്ചത്തിൽ അത് ഉരുകുമ്പോൾ അവർക്ക് മനസ്സിലാകും സുഷിരമുണ്ടെന്ന്. എന്നാൽ കുറച്ചു നേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉരുകുന്നൊന്നുമില്ല, മെഴുകില്ലാന്ന് കാണുമ്പോൾ അവരെന്ത് പറയും? അവരിങ്ങനെ പറയും പോലും, സിനെ സെറ എന്ന് പറഞ്ഞാൽ എന്താ? നോ വാക്സ്. സിനെ എന്ന് വെച്ചാൽ നോ, സെറ എന്ന് വെച്ചാൽ വാക്സ്. നോ വാക്സ് എന്ന് വെച്ചാൽ ഇതെന്താ? ഇത് നല്ല പാത്രമോ, നമുക്ക് വാങ്ങിക്കാം. സിനേസറായിൽ നിന്നാണ് പോലും സിൻസിയർ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. തട്ടിപ്പുണ്ടാകരുത്. നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് 100% ശരിയായി എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ബോധപൂർവം മെഴുക് പുരട്ടി ആളുകളുടെ മുമ്പാകെ നല്ല ഒരു ചിത്രം കാണിച്ച് ഉള്ളിൽ സുഷിരങ്ങളുമായിട്ട് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ എന്തല്ല? സിൻസിയർ അല്ല. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ തന്നെ നമ്മളിൽ എന്തായിരിക്കണം? പരമാർത്ഥികളായിരിക്കണം. ദൈവം നമ്മളെ നോക്കുമ്പോഴോ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിരിക്കണം. അപ്പം സമൂഹത്തിന്റെ മധ്യത്തിൽ അനിന്യർ, നമ്മൾ തന്നെ നമ്മളെ നോക്കുമ്പോൾ മെഴുകില്ലാത്തവർ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിഷ്കളങ്ക മക്കൾ. അതുപോലെ തന്നെ പിന്നെയും പറയുകയാണ്, പിറുപിറുപ്പും വാദവും ഇല്ലാതെ വേണം, കൂടാതെ ഇത് ചെയ്യണം. അവ കണ്ടോ, പിറുപിറുപ്പും വാദവും. നമ്മളെ ആരുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്? കർത്താവായ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിനെ കുറിച്ചാണ്. കർത്താവിന് തന്റെ ജീവിതത്തിൽ പല വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ കർത്താവ് എന്ത് ചെയ്തില്ല? ഒരിക്കൽ പോലും പിറുപിറുക്കുകയോ അതിന്റെ പേരിൽ ഒരു ആർഗ്യുമെന്റിന് പോവുകയോ ചെയ്തില്ല. നമ്മളും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനായിട്ട് വിളിച്ചിരിക്കുമ്പോൾ ഇന്നായിരിക്കുന്ന സമൂഹത്തിൽ പിറുപിറുപ്പില്ലാതെ, വാദമില്ലാതെ കർത്താവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ച് നിന്നാലേ നമ്മൾ എന്താകുള്ളൂ? ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസായി നിൽക്കാനായിട്ട്, നക്ഷത്രമായി നിൽക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം. ഓരോ കാലഘട്ടത്തിലും ഉള്ള തലമുറയിലും ഇരുട്ടാണ് ആ ലോകം. നമുക്കറിയാമല്ലോ, പിശാച്, ജഡം, ലോകത്തിന്റെ കാലഗതിയെ ആ നിലയിൽ ദൈവത്തിൽ നിന്ന് അകറ്റി ഇരുട്ടാക്കി നിർത്തുകയാണ് പിശാച് എപ്പോഴും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ആ ഇരുട്ടിന് കൂടുതൽ കട്ടി കൂടിയിരിക്കുന്നു. ഈ കട്ടി കൂടിയപ്പോ ആ ഇരുട്ടിന്റെ ഭാഗമായി, ഈ തലമുറയുടെ ഭാഗമായിട്ട് എങ്ങനെങ്കിലും അങ്ങ് നിന്നു പോകാനായിട്ടാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? അല്ല. ഈ വക്രതയും കോട്ടവും ഉള്ള ഇരുണ്ട തലമുറയുടെ നടുവിൽ നമ്മൾ എന്തായിരിക്കണം? നക്ഷത്രത്തെ പോലെ പ്രശോഭിക്കണം. നക്ഷത്രത്തെ പോലെ പ്രശോഭിക്കുക എന്ന് പറയുമ്പോൾ കേവലം രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ആ രക്ഷയെ നമ്മൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മുമ്പിലും അത് കാണിച്ച് ജീവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രമാണിച്ചുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട്
അങ്ങനെ ജ്യോതിസായിട്ട് നക്ഷത്രമായിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? സമൂഹത്തിന്റെ നോട്ടത്തിൽ നമ്മൾ അനിന്യരായിരിക്കും. നമ്മൾ തന്നെ നമ്മളെ നോക്കുമ്പം മെഴുകില്ലാത്ത, സിൻസിയറായ, പരമാർത്ഥികളായ ആളുകളായിരിക്കും. ദൈവം നോക്കുമ്പോൾ നിഷ്കളങ്ക മക്കളായിരിക്കും. അതുപോലെ തന്നെ ആ സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് പിറുപിറുപ്പും വാദവും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ ജീവിക്കാൻ ഒക്കും? ദൈവമാണ് ഈ സാഹചര്യം എനിക്ക് അനുവദിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് പിറുപിറുപ്പും വാദവും ഇല്ലാതെ ആ സാഹചര്യത്തെ സ്വീകരിച്ച് നമുക്ക് ജീവിക്കാൻ ഒക്കുന്നത്. അങ്ങനെ ജീവിച്ച് നമ്മൾ എന്താണ്? നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുക. ഇതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അത് നമ്മള് ഈ തലമുറയിൽ മുന്നോട്ട് പോകുമ്പം ഇരുട്ടിന് കട്ടി കൂടി വരും. ഇവിടെ നിന്ന് മാറിപ്പോയല്ല, ഈ തലമുറയിൽ ഈ നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട്, ഇതേ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ട്, അതേ സ്കൂളിൽ തന്നെ ദിവസവും പൊയ്ക്കൊണ്ട്, അതേ സമൂഹത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് വേണം. പക്ഷെ ആ സമൂഹത്തിന്റെ വക്രതയും കോട്ടവും ഉള്ള ആ തലമുറയുടെ മൂല്യങ്ങള് നമ്മൾ എടുക്കാതെ ദൈവവചനം, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും പിറുപിറുപ്പും വാദവും ഇല്ലാതെ ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് കർത്താവിന്റെ സ്വഭാവത്തെ നമ്മൾ പ്രകടിപ്പിക്കുമെങ്കിൽ നമ്മൾ രക്ഷ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും നമ്മൾ ഈ ഇരുണ്ട തലമുറയുടെ നടുവിൽ നക്ഷത്രമായിട്ട് ശോഭിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എന്താ? അങ്ങനെയുള്ള ഒരു ജീവിതത്തിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങള് ആ നിലയില് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ ദൈവത്തിന്റെ ആ ശക്തി നമുക്ക് ആവശ്യമാണ്. നമ്മളിവിടെ വായിച്ചു, അതിനായിട്ടുള്ള ഇച്ഛയും പ്രവർത്തിക്കാനുള്ള കഴിവും ദൈവം തന്നെ നമുക്ക് തരും. അതുകൊണ്ട് പേടിച്ചു പോകണ്ട, ഇതൊക്കെ കൊണ്ട് പേടിച്ചു പോകണ്ട. ദൈവത്തിൽ തന്നെ ശരണപ്പെടുക. ദൈവം തന്റെ സ്വന്തം ജനമായി നമ്മളെ നിലനിർത്തി, നമ്മളെ സംരക്ഷിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ദൈവത്തിൽ ശരണപ്പെട്ട് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ തന്നെ നക്ഷത്രങ്ങളായിട്ട് പ്രകാശിക്കാൻ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൽ ശരണപ്പെട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.